നമ്മൾ പാള വെച്ചു, 1 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ലിവർ പൊക്കുന്നു. പാത്രം ആയോ ചെക്ക് ചെയ്യണ്ട. ലിവർ പൊക്കി പ്ലേറ്റ് റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് പ്ലേറ്റ് റെഡി ആയി വന്നു കേട്ടോ. അപ്പൊ ഇത് ഈ ഷേപ്പിൽ 8 ഇഞ്ചാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ തന്നെ നമുക്ക് 10 ഇഞ്ച് വേണമെങ്കിൽ ഈ ഡൈ മാറ്റാം. അതിന് ഈ ബോൾട്ട് അയച്ചിട്ട് 10 ഇഞ്ച് ആക്കാം. ഈ ബോൾട്ട് അയച്ചാൽ ഈ ഡൈ മാറും. സ്പൂൺ വെക്കാം, ബൗൾ വെക്കാം, എല്ലാത്തിനും ഈ ഡൈ രണ്ടും മാറ്റാം. ഇതേ തന്നെ സ്പൂൺ ചെയ്യാം, ബൗൾ ചെയ്യാം. അപ്പൊ നോക്കിയാൽ ഇല പ്ലേറ്റ് ചെയ്തു, ഇത് പേപ്പർ ചെയ്തു, പാള ചെയ്തു. ഇതിൽ തന്നെ തേക്കിന്റെ ഇലയും ചെയ്യാം കേട്ടോ. തേക്കിന്റെ ഇല, ഇത് തേക്ക് നാച്ചുറൽ തേക്കിന്റെ ഇലയും കൊണ്ട് ഇതുപോലെ ചെയ്യാം. ഇതെല്ലാത്തിനും ഈ ഒരു ഡൈ മതി. ഓക്കെ, ഇനി ഇതെല്ലാം ചെയ്തത് ഞാൻ മാനുവലാണ്. പക്ഷേ ഇതേ പ്ലേറ്റ് നമുക്ക് ഓട്ടോമേഷൻ ആക്കാൻ പറ്റും. ഇതാണ് ഓട്ടോമേഷൻ. അതായത് ഇതിൽ തന്നെ ഹീറ്റർ അഡ്ജസ്റ്റ്മെന്റ്, സെമി മാനുവൽ ഓട്ടോ സ്വിച്ച് വരും. ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മേലും താഴെയും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫുള്ളി ഓട്ടോമേഷൻ, അത് ലേറ്റസ്റ്റ് മെഷീൻ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് കൂടി ഇതിൽ വെക്കുന്നുണ്ട്. പാള അതുപോലെ വെച്ചു. ഒരു പാളിയിൽ തന്നെ നമുക്ക് 2 എണ്ണം വെക്കുന്നു, അടിക്കുന്നു, കട്ടാവുന്നു. യെസ്. അപ്പോൾ ഈ ഓട്ടോമേഷന്റെ പ്രത്യേകത പറഞ്ഞാൽ കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ കൗണ്ടിങ് കാണിച്ചു തരും. കഴിഞ്ഞാൽ ഇതിൽ ബീപ്പ് അടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമേഷൻ മേലെ വരും. ഇത് ഫുള്ളി ഓട്ടോമേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാം.